ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു. ഇപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും പരമാവധി സേഫായിരിക്കാൻ ശ്രമിക്കുക. പിന്നെ രാവിലെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് നാമജപമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഈ പരിപാടിക്കൊക്കെ നിൽക്കും കേട്ടോ, വീട് ക്ലീനിങ്ങൊക്കെ. അപ്പോൾ മഴ പെയ്തിട്ട് ആകെ ഇങ്ങനെ എന്താ പറയുക, കാർപോർച്ചൊക്കെ വൃത്തിയിലാണ്ട് കിടക്കുക. അപ്പോൾ അതൊക്കെ അടിച്ച് കഴുകലും, പിന്നെ വീണ്ടും മുറ്റത്ത് 4-5 മാവുള്ള കാരണം കൊണ്ട് എപ്പോഴും ഇലകൾ വീണുകൊണ്ടിരിക്കും. അപ്പോൾ അതങ്ങനെ അടിച്ചു വാരി നിൽക്കണം. ഒരു ദിവസം ഫുള്ള് നിന്നാലും അത് തീരില്ല, കാരണം എപ്പോഴൊക്കെയാലും ഇല വീണുകൊണ്ടിരിക്കും. അപ്പോൾ അതിങ്ങനെ ക്ലീൻ ചെയ്യലും പിന്നെ കാർപോർച്ച് കഴുകലും ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ ഡ്യൂട്ടി. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചായ കുടിക്കാനിരിക്കും. അപ്പോൾ ഇന്ന് രാവിലെ വീട്ടിൽ നൈസ് പത്തിരിയും പിന്നെ വെജിറ്റബിൾ മസാലക്കറി ഉണ്ടായിരുന്നു. പിന്നെ നല്ല അടിപൊളി ചൂട് കട്ടൻ ചായ ഉണ്ടായിരുന്നു. അത് കഴിച്ച് സംതൃപ്തി അടഞ്ഞു. അതിനുശേഷം പിന്നെ മുറ്റത്തോടെ കുറച്ച് നേരം അങ്ങോട്ട് നടക്കും. കാരണം മഴ പെയ്തുകൊണ്ട് തന്നെ പുറത്തൊക്കെ നല്ല കൂളിങ്ങാണ്. വീടിൻ്റെ ഉള്ളിലാവട്ടെ നല്ല ഒടുക്കത്തെ ചൂടുമാണ്. മഴ പെയ്യുമ്പോൾ വീടിൻ്റെ മുറ്റത്തെ മണ്ണിന് ഒരു പ്രത്യേക ഒരു ഗന്ധം ഉണ്ടാവും. ആ മണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. കാരണം അതൊരു പ്രത്യേക ഒരു നൊസ്റ്റാളജി തന്നെ തരും. ഞങ്ങൾ പണ്ട് കൂട്ടുകൂടുമ്പോൾ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ തറവാട്ടിൽ ഒരുപാട് കുട്ടികളുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ തോട്ടിലും കുളത്തിലൊക്കെ വെള്ളം നിറയും. അപ്പോൾ പിന്നെ മീൻ പിടിക്കാനുള്ള പോക്കായിരിക്കും. വീട്ടുകാരെന്ന് അമ്പരപ്പ് ചെയ്ത് കേൾക്കും, എന്നാലും വേണ്ടിയില്ല, മീൻ പിടിക്കാൻ പോകും. പിന്നെ കുഞ്ഞു കുഞ്ഞു വഞ്ചികളുണ്ടാക്കി ആ വെള്ളത്തിലൂടെ ഒഴുക്കി വിടും. അതൊക്കെ ഒരു കാലം. പക്ഷേ ഇപ്പോൾ മഴ പെയ്യാൻ നിൽക്കുമ്പോൾ പേടിയാണ് കേട്ടോ, പ്രളയം അപ്പോൾ ഓർമ്മ വരും. അതൊക്കെ പോട്ടെ. ഇതാണ് എൻ്റെ അമ്മ വെച്ച കുഞ്ഞൊരു പപ്പായ തൈ, ധർമ്മസക്കായ എന്നൊക്കെ പറയും തൃശ്ശൂർക്കാർ. അപ്പോൾ ഇത് ഇത്രയും വളർന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കാണുമ്പോൾ സന്തോഷമായി കേട്ടോ. എൻ്റെ അമ്മയുടെ കൈ കൊണ്ട് വെച്ചതാണല്ലോ, ഇത്രയും വളർന്നില്ലേ. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അവന് കൊടുക്കാൻ ഗിഫ്റ്റൊക്കെ ആയിട്ട് തലേദിവസം അവൻ്റെ വീട്ടിൽ പോയി. പിറ്റേ ദിവസം റിസപ്ഷന് ഞാനും അമ്മയും കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. രാവിലെ കല്യാണത്തിന് താലിക്കെട്ടിന് അമ്മ പോയി, റിസപ്ഷന് ഞാനമ്മ ഒരുമിച്ചാണ് പോയത്. അപ്പോൾ റിസപ്ഷന് അവിടെ ചെന്നു. പിന്നെ ചെക്കനും പെണ്ണും സ്റ്റേജിലോട്ട് കയറാണ്. അവൻ്റെ പേര് ഭാഷിൽ എന്നാണ്. കല്യാണം കഴിച്ച കുട്ടിയുടെ പേര് അഖില എന്നാണ്. ഭാഷിൽ എൻ്റെ കളിക്കൂട്ടുകാരനാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ്. എൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകനാണ്. അപ്പോൾ അത്രയും അടുപ്പമുണ്ട് നമ്മൾ ഈ ഫാമിലി ആയിട്ട്. അപ്പോൾ ക്ഷണിച്ചാൽ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ, അവരെല്ലാവരും നമ്മൾ ക്ഷണിച്ചു. അപ്പോൾ ഞാൻ അമ്മയും കൂടി ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങി തലേദിവസം അവൻ്റെ വീട്ടിൽ പോയിട്ട് പോന്നു. പിന്നെ കല്യാണത്തിനും റിസപ്ഷന് ഞാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചക്കരും പെണ്ണും കൂടി സ്റ്റേജിൽ കയറി എല്ലാവരും കൂടി ഫോട്ടോ എടുക്കണ തിരക്ക് വയ്ക്കുകയാണ്. ഇത് നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട ആൾക്കാരാണ് കേട്ടോ. പിന്നെ ഇത് ഭാഷിലിൻ്റെ ഫാമിലിയാണ്. ചേച്ചിയുടെ ഹസ്ബൻഡ്, അമ്മ, അച്ഛൻ, പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാർ. പിന്നെ ഇത് വധുവിൻ്റെയും വരൻ്റെയും വീട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് സന്തോഷത്തോടെ കേക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ ഭാഷയിലും ഒരു ഭർത്താവായി, ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെയായി. രണ്ടുപേരും ഒരുപാട് വർഷങ്ങൾ സന്തോഷമായിട്ടും സമാധാനമായിട്ടും മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു, അതോടൊപ്പം പ്രാർത്ഥിക്കുന്നു. ഭാഷിലിൻ്റെയും ആ കുട്ടിയുടെയും ഫാമിലി നല്ലൊരു ഫാമിലിയാണ്. അപ്പോൾ 2 ആളുകൾ കൂടി ചേരുമ്പോൾ, 2 വ്യക്തികൾ തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ 2 കുടുംബങ്ങൾ തമ്മിൽ ഒന്നിക്കാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് ഹാപ്പി ആയിട്ട് അങ്ങനെ അവർ ലൈഫ് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഞാനമ്മയും രതീശയും കൂടി കുറച്ച് നേരം ഒന്ന് കല്യാണത്തിൻ്റെ റിസപ്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് കുറച്ച് നേരം ഒന്ന് ചില്ലടിച്ച് വർത്താനൊക്കെ പറഞ്ഞു നിന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നേരെ ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. എൻ്റെ ചേച്ചി പ്രസവിച്ച് കിടക്കുകയാണ്. അപ്പോൾ അവളെ കാണാനായിട്ടും ഉണ്ണിനെ കാണാനായിട്ടും ഗിഫ്റ്റൊക്കെ വാങ്ങി ഞങ്ങൾ നേരത്തെ വല്യമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ വല്യമ്മയുടെ മോളുടെ കുട്ടിയാണ്, ഞങ്ങളുടെ ഗ്ലൂക്കോസ് പൊടി. ഞാൻ ഉണ്ണീനെ ഗ്ലൂക്കോസ് പൊടി എന്ന് വിളിക്കുക. അപ്പോൾ പ്രസവിച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ കഴിഞ്ഞ് അവരങ്ങനെ നേരെ അങ്ങോട്ടും പോയി. ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു. പിന്നെ ഇപ്പോഴാണ് ഉണ്ണിയെ കാണാൻ വരുന്നത്. പിന്നെ ഇതാണ് പൊന്നൂസ്, ഉണ്ണിയുടെ ചേട്ടൻ. ഗുഡ് ഗുഡ് ഗുഡ്. എന്താ കിട്ടിയെന്ന് പറഞ്ഞു? ഗിഫ്റ്റ് കിട്ടിയത് ഇത് സ്പീച്ചിൽ. അപ്പൊ എന്താ എല്ലാരും എന്താ പറയണ്ട്? കൺഗ്രാറ്റുലേഷൻ പറയണം കുട്ടിക്ക്, കൺഗ്രാറ്റുലേഷൻ പറയണേ അല്ലേ. പൊന്നൂസിന് കിട്ടിയ സമ്മാനമൊക്കെ എനിക്ക് അമ്മയ്ക്കൊക്കെ കാണിച്ചു തന്നിട്ട് നേരെ കൊണ്ട് ആൾ സ്റ്റാലിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു കേട്ടോ. ഇനി നേരെ പോകുന്നത് അവൻ്റെ സൈക്കിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഒരു സൈക്കിൾ ഭ്രാന്തനാണ്. ഇപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ജീപ്പിലോട്ടും മാറിയിട്ടുണ്ട്.
പിന്നെ കുറച്ച് നേരം പൊന്നൂസിൻ്റെ കൂടെ തന്നെയായിരുന്നു. പൊന്നൂസിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് നേരം നമുക്ക് ഇരിക്കാൻ സമയം തരില്ല. ഫുൾ ടൈം ആളെ ആക്റ്റീവാണ്. അതിൻ്റെ ഒപ്പം നമ്മളും അവൻ്റെ കൂടെ ആക്റ്റീവായേ പറ്റൂ. അല്ലെങ്കിൽ അടിയും ഇടിയും ഏത് വഴിക്കുന്ന വരാമെന്ന് പറയാൻ പറ്റില്ല. സ്നേഹം കൊണ്ടാണ് ഈ അടി ഇടിയൊക്കെ ഇടിക്കണത്, അത് വേറെ കാര്യം. സൈക്കിളും എടുത്തപ്പോൾ പിന്നെ മൂപ്പരാൾ പോയത് കിക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റത്തിലോട്ടാണ്. പിന്നെ കുറച്ച് നേരം ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, ഇത് എന്താണ് സംഭവം, ഇതെങ്ങനെയാണ് കളിക്കുക എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരാണ് കേട്ടോ. പിന്നെ പൊന്നൂസിൻ്റെ ജീപ്പ് അവിടെ കിടക്കുന്നുണ്ട്. അതിൽ പൂച്ച കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആളാകെ മൂടിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാതെ കണ്ടപ്പോൾ ഓടിപ്പോയിട്ട് കുറേ പൗഡർ എടുത്ത് മുഖത്തിട്ടു. അതൊക്കെ ഞാൻ തുടച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഇതാണ് പൊന്നൂസിൻ്റെ അച്ഛൻ വാങ്ങി കൊടുത്ത ജീപ്പ്. ഇനി കുറച്ച് നേരം പൊന്നൂസിൻ്റെ സംസാരം ഒന്ന് കേട്ട് നോക്കട്ടാ. എന്തൊക്കെയോ ആക്കിയിട്ടുണ്ട്. പക്ഷെ ബുള്ളറ്റിമ്മ ചെയ്തിട്ടാ പ്രശ്നാണ്. ബുള്ളറ്റിമ്മ വെച്ച പ്രശ്നാണ്. ഷാൾ അടിക്കണേ. ആളെ വണ്ടി എടുക്കാൻ പോവാ. പൊന്നൂസ് ഇനി സിമ്പിളായിട്ട് ഈ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് കാറിൻ്റെയും പില്ലറിൻ്റെയും ഇടയിൽ കൂടെ കറക്റ്റായി എടുത്തു പോകും കേട്ടോ. ആൾക്ക് അതൊക്കെ നല്ല ഐഡിയ ഉണ്ട്. പക്ഷേ ഈ വണ്ടികളോടൊക്കെ പ്രത്യേക ഒരു ക്രേസിങ്ങുള്ള കുട്ടികൾക്ക് അത് പഠിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ നല്ല ഇഷ്ടമുണ്ടാവും. പൊന്നൂസ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അമ്മതേ ഉണ്ണീനെ എടുത്തിരിക്കുന്നുണ്ട്. ഉണ്ണി നല്ല ഉറക്കമാണ്. പൊന്നൂസാണെങ്കിൽ സ്കൂളിലെ ഫ്രണ്ട്സിന്റെ പേരൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഇതൊക്കെ ആരാ? ആര്? ഗേൾ ഫ്രണ്ട്സ്. പിന്നെ ബോയ് ഫ്രണ്ട് അബ്രാം, പിന്നെ ഞാന്, പിന്നെ രാമദാസ്, ആരവ്, ദേവി, പൊന്നൂസിൻ്റെ കൂടെ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ കുറച്ച് നേരം ഉണ്ണിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ വന്നപ്പോൾ തുടങ്ങി ഉറക്കാൻ മൂപ്പരാൾ. ഇപ്പോഴാണെന്ന് എണീറ്റത്. ഉച്ചയാകുമ്പോഴേലും എണീറ്റല്ലോ. അപ്പോൾ കുറച്ച് നേരം ഉണ്ണിയുടെ കൂടെ ഇരുന്നു. അതിനുശേഷം വല്യമ്മ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇരുമ്പാമ്പുളി അച്ചാർ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് വരുമ്പോൾ ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ സോനു വല്യമ്മയുടെ മോള് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ ലുക്കില്ലെങ്കിലും ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയാണ് എല്ലാവർക്കും വിളമ്പാനായിട്ട് ഇരിക്കുന്നത്. സലാഡും അച്ചാറും ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല തണുത്ത വെള്ളം ഉണ്ടായിരുന്നു. ഉച്ചത്തെ ഭക്ഷണം അങ്ങനെ കുശാലായി. ഉച്ചത്തെ ഭക്ഷണം കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ പഠിപ്പിച്ചു. ഇത് എത്ര വയസ്സിലാ വണ്ടി? 3 വയസ്സിലാണ് വണ്ടി പഠിച്ചത്. പക്ഷെ 3 വയസ്സിലാണ് ഇപ്പോഴും കാലെത്തുന്നില്ലല്ലോ. പിന്നെ പൊന്നൂസിൻ്റെ മാമൻ വാങ്ങി കൊടുത്ത സ്കേറ്റിംഗ് ഷൂ എനിക്ക് കാണിച്ചു തരാൻ കേട്ടോ. ഇതാണ് പൊന്നൂസിൻ്റെ മാമൻ. എൻ്റെ വല്യമ്മയുടെ മോൻ എൻ്റെ ആങ്ങളെയാണ്.
അപ്പോൾ അവന് പൊന്നൂസിന് സ്കേറ്റ് ഷൂ ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അവന് ഇതിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ പൊന്നൂസിനും അത് പഠിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് അവൻ പൊന്നൂസിന് ഈ സ്കേറ്റ് ഷൂ വാങ്ങി കൊടുത്തത്. ഇതെല്ലാം കണ്ടുകൊണ്ട് അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ഉണ്ണിയാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് വീണ്ടും. അപ്പോൾ അതേ പൊന്നൂസ് സ്കേറ്റ് ഷൂ ഒക്കെ ഇട്ട് സെറ്റായി നിൽക്കുന്നുണ്ട്. പിന്നെ അവനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വാവ. അതെങ്ങനെയാണ് ഓടിക്കാന്നൊക്കെ പഠിപ്പിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിട്ടിട്ട് കളിയായിരുന്നു. ആളെ വിടാൻ പോകുന്നുണ്ട്. അപ്പോൾ ആൾക്ക് നല്ല പേടിയുണ്ട്. ഇന്ന് മാമനെ ഒട്ട് വിടണമില്ല. ആദ്യമായിട്ടല്ലേ ഇത് ചെയ്യണത്. അപ്പോൾ അവന് നല്ല പേടിയുണ്ട്. ഇതെല്ലാം കണ്ട് പൂച്ച നോക്കി നിൽക്കുന്നുണ്ട് ഞങ്ങളെ. ഇതെന്താ ഇവിടെ നടക്കണേന്ന് അറിയാണ്ട്. പിന്നെ ഇത് പൊന്നിച്ചിട്ട് ഒരു കളി സാധനം കണ്ടത് രസമുണ്ട് സൗണ്ട് കേൾക്കാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോയിൽ ഒരുപാട് ലെങ്തി ആയി പോവും. മറ്റൊരു വീഡിയോ ആയിട്ട് വരാൻ ടാറ്റാ ബൈ ബൈ, സീ യു.